സക്കാത്തിൻ്റെ കാര്യം അല്പം പറയാനുണ്ട്. ഒന്ന്, കൃത്യമായ സമയത്ത് സക്കാത്ത് കൊടുക്കണം. നമ്മുടെ നാടുകളിലൊക്കെ റമദാൻ മാസത്തിലാണ് സക്കാത്ത് കൊടുക്കാറുള്ളത്. കണ്ടാ തോന്നും എല്ലാ കച്ചവടക്കാരും റമദാനിലാണ് കച്ചവടം തുടങ്ങിയത് എന്ന്. അല്ലെങ്കിൽ സ്വർണം, വെള്ളി, കറൻസി പോലത്തെ ധനസമാഹരണം നടത്തിയത് റമദാനിലാണ് തുടങ്ങിയത് എന്ന് തോന്നിപ്പോവും റമദാനിലെ സക്കാത്തിൻ്റെ തിരക്ക് കാണുമ്പോൾ. സത്യത്തിൽ കൃത്യസമയത്ത് സക്കാത്ത് ഇറക്കൽ നിർബന്ധമാണ്. ഉദാഹരണം പറഞ്ഞാൽ 2025 ജനുവരി 1 ഒരാൾ കച്ചവടം തുടങ്ങിയാൽ അല്ലെങ്കിൽ ധനസമാഹരണം നടത്തിയാൽ 2026 ജനുവരി 1 സക്കാത്ത് ഇറക്കൽ നിർബന്ധമാണ്. അത് 2-3 മാസം കഴിഞ്ഞാൽ റമദാനാണ്, അന്ന് സക്കാത്ത് കൊടുത്താൽ കൂടുതൽ കൂലി കിട്ടും എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടു പോകുന്നത് കുറ്റകരമായ പ്രവർത്തനമാണ്. എന്ന് മാത്രമല്ല, ആ സക്കാത്തിൻ്റെ സമ്പത്ത് പാവങ്ങളുടെ അവകാശമാണ്. അത് അവരിലേക്ക് എത്തിക്കാതെ കയ്യിൽ പിടിച്ചിരുന്നാൽ ഇനി നമ്മൾ കച്ചവടത്തിന് ചരക്കിറക്കുന്നത്, നമ്മുടെ വീട്ടിലേക്ക് ചെലവിലേക്ക് വേണ്ടി വാങ്ങുന്നത് എല്ലാം ഈ പണത്തിൽ നിന്ന് വരും. അപ്പോൾ അത് വളരെ മോശമായ കുറ്റകരമായ കാര്യമായി തീരും. അതിനാൽ സക്കാത്തിൻ്റെ സമയം എപ്പോഴാണോ ആയത്, റമദാൻ എന്നൊന്നും നോക്കണ്ട, ഏത് മാസത്തിലും അതാവാം. എപ്പോഴാണോ നമ്മുടെ കണക്കെത്തിച്ചത്, കൊല്ലം പൂർത്തിയായത്, അന്ന് ആ സക്കാത്ത് ഇറക്കിയിരിക്കണം, അവകാശികൾക്ക് അത് എത്തിച്ചു കൊടുത്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ റമദാനിലെ ആ സക്കാത്ത് കൊടുക്കുന്ന തിരക്കൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടുകയും ചെയ്യും. എല്ലാ മാസവും, ചിലപ്പോൾ എല്ലാ ദിവസവും കണ്ട് സക്കാത്ത് എന്ന സംഭവം നാട്ടിൽ നടക്കും. ഓരോ പാവപ്പെട്ട ആളുകൾക്ക് അത് വലിയൊരു സമാധാനവും സന്തോഷവും ഒരു ആശ്വാസവും ആയിത്തീരും. മറ്റൊരു കാര്യം, സക്കാത്ത് യഥാർത്ഥ അവകാശികൾക്ക് എത്തിച്ചു കൊടുക്കണം. ഇപ്പോൾ സക്കാത്ത് കൊടുക്കുക എന്നത് ഒരു മാമൂല് പോലെ നടക്കുന്നു എന്നല്ലാതെ യഥാർത്ഥ അവകാശികളെ കണ്ടെത്തി കൊടുക്കുന്നത് വളരെ കുറവാണ്. സക്കാത്തിൻ്റെ അവകാശികളെ കണ്ടെത്താൻ നമ്മൾ കാണുന്ന മാനദണ്ഡം എന്താ? ചിലപ്പോൾ കീറിയ ഒരു പരുക്കമുണ്ട് തോളിലിട്ട് വന്നിട്ടുണ്ടാവും, ചുളിഞ്ഞ ഒരു കുപ്പായും തുണിയെ കൊടുത്ത് വന്നിട്ടുണ്ടാവും. അത്തരം ആളുകളെ, ഒരു മെലിഞ്ഞൊരു മനുഷ്യനെ കണ്ടാൽ അയാളൊരു പാവപ്പെട്ട ആളാണ്, മിസ്കീനാണ് എന്നൊക്കെ ചിലർക്ക് തോന്നിപ്പോകും. സത്യത്തിൽ അവരെല്ലാവരും അങ്ങനെയല്ല. നല്ല ധനാഢ്യരായ ആളുകളും ഈ രൂപത്തിലൊക്കെ നടക്കാറും പള്ളിക്ക് വരാറുമുണ്ട്. അത് പാവപ്പെട്ടവരെ തിരിച്ചറിയാനുള്ള മാനദണ്ഡമല്ല. ചിലപ്പോൾ നല്ല ഇസ്തിരിട്ട വസ്ത്രമൊക്കെ ധരിച്ച്, നല്ല സുഗന്ധമൊക്കെ പൂശി, നല്ലൊരു വാച്ചൊക്കെ കെട്ടി, ഒരു മൊബൈലൊക്കെ കയ്യിൽ പിടിച്ച് പള്ളിയിലേക്ക് ആരെങ്കിലും വരുന്നത് കണ്ടാൽ അത് അദ്ദേഹത്തിൻ്റെ ധനാഢ്യത്വത്തിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ അടയാളമല്ല, സാമ്പത്തിക ശേഷിയുടെ അടയാളമല്ല. അയാളൊരു പക്ഷേ പാവപ്പെട്ട മനുഷ്യനായിരിക്കും. കാഴ്ചക്ക് തോന്നും നല്ല സാമ്പത്തിക ശേഷിയുള്ള ആളാണെന്ന്, എന്നാൽ അയാൾ വളരെ പാവപ്പെട്ടൊരു മനുഷ്യനായിരിക്കാം. അപ്പോൾ വേഷഭൂഷാദികളല്ല ഒരാളുടെ സാമ്പത്തിക ശേഷിയും അല്ലെങ്കിൽ സാമ്പത്തിക പ്രയാസവും അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ പിന്നെ എന്ത് വേണം? നമ്മുടെ മഹല്ലിൽ നല്ലൊരു സെൻസസ് നടക്കണം. അതിൽ കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണം, അവരുടെ വരവ്, ചെലവ്, അവരുടെ ആവശ്യങ്ങൾ എല്ലാം കണ്ടറിഞ്ഞിട്ട് യഥാർത്ഥത്തിൽ സക്കാത്തിൻ്റെ അവകാശി ഇയാളാണ് എന്ന് മനസ്സിലാകുന്ന വിധമുള്ള ഒരു സെൻസസ് നടത്തി ആളുകളെ കണ്ടെത്തി ആ മഹല്ല് നിവാസികൾക്ക്, സക്കാത്ത് ദാതാക്കൾക്ക് അവരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൊടുത്തിട്ട് സക്കാത്ത് അവരിലേക്ക് തിരിച്ചു വിടണം. അതിന് മഹല്ല് കമ്മിറ്റി ശ്രദ്ധിച്ചാൽ എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യമാകുന്നു അത്. ഇതൊരു സംഘടിത സക്കാത്തല്ല. സംഘടിത സക്കാത്ത് എന്ന് പറയുന്നത് ഇസ്ലാമിക് ഭരണമുള്ള സ്ഥലത്ത്, നാട്ടിൽ അവിടുത്തെ ഭരണാധികാരി നിയമിക്കുന്ന സക്കാത്ത് ജീവനക്കാർ ചെന്ന് പിരിച്ചെടുക്കുന്നതാണ് ഈ സംഘടിത സക്കാത്ത്. അത് ഇന്ത്യ പോലെയുള്ള ഒരു മതേതര രാഷ്ട്രത്തിൽ ഒരിക്കലും പ്രായോഗികമല്ല, ശരിയുമല്ല. അത്തരക്കാർക്ക് നമ്മൾ സക്കാത്ത് കൊടുത്താൽ വിടുകയുമില്ല. അതേസമയം നമ്മുടെ മഹല്ലിലെ പാവപ്പെട്ടവരെ
കണ്ടെത്തി അവരിലേക്ക് ആ കൊല്ലത്തെ സക്കാത്തിനെ തിരിച്ചു വിടാൻ, ആരൊക്കെയാണ് സക്കാത്ത് കൊടുക്കുന്നതെങ്കിൽ ആ സക്കാത്ത് ദാതാക്കൾക്ക് യഥാർത്ഥ അവകാശികളെ പറഞ്ഞു കൊടുത്ത് അവരിലേക്ക് സക്കാത്ത് എത്തിക്കാനുള്ള സംവിധാനത്തെക്കുറിച്ച് ഓരോ മഹല്ല് കമ്മിറ്റിയും ചിന്തിച്ചിരുന്നുവെങ്കിൽ, പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ അത് യഥാർത്ഥ അവകാശികളിലേക്ക് സക്കാത്ത് എത്തിക്കാൻ സാധിക്കുന്ന നല്ലൊരു വഴിയാണ്. എന്നാൽ നമ്മുടെ സക്കാത്തുകളൊന്നും അനർത്ഥമായി പാഴായി പോകാതെ അത് കൃത്യമായി എത്തേണ്ടിടത്ത് എത്തുകയും സക്കാത്ത് അർത്ഥവത്താവുകയും ചെയ്യും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.